ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഒരു ബംഗാളി ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ക്യാബേജ് പൊട്ടാറ്റോ സ്റ്റിർ ഫ്രൈ ആണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ 1/2 കിലോ ക്യാബേജ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലുപ്പത്തിൽ അത് കട്ട് ചെയ്യുക, നേരിയതായിട്ട് കട്ട് ചെയ്യരുത്. കുറച്ച് വലുപ്പത്തിൽ ആയിട്ട് ഫുള്ള് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ പുതിർത്തി വയ്ക്കുക ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് അത് വെള്ളം ഊറ്റിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പൊട്ടറ്റോ എടുക്കുന്നുണ്ട്, പിന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട്. ഇത് പൊട്ടറ്റോ നമ്മൾ 4 കഷ്ണമാക്കി വയ്ക്കും. അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർക്കണില്ല. അപ്പം ഈ നവരാത്രിൻ്റെ സമയത്ത് വ്രതം എടുക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ റെസിപ്പിയാണ്. തക്കാളി നമ്മൾ 4 കഷ്ണമാക്കും, ഓരോ പകുതി. ഇനി നമ്മളൊരു പാൻ ചൂടാക്കും. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഒഴിക്കും. ഒരു ബേ ലീഫും പിന്നെ ഒരു വറ്റൽമുളകും ഇടും. എന്നിട്ട് നമ്മൾ ആദ്യം ജീരകം ചേർക്കേണ്ടത്, ഞാൻ അറിയാതെ പൊട്ടറ്റോ ചേർത്ത് പോയി. പൊട്ടറ്റോ പിന്നെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ജീരകം ആദ്യം ചേർക്കുക. ജീരകം പൊട്ടി വരുമ്പം അത് കഴിഞ്ഞിട്ട് പൊട്ടറ്റോ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. പൊട്ടറ്റോ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ക്യാബേജ് അതിലേക്ക് ഇടും. എന്നിട്ടൊന്ന് സോട്ട് ചെയ്യുക ഒരു 10 മിനിറ്റ്. നമ്മൾ അതിൽ പൊടികൾ ചേർക്കും. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കൊറിയാൻഡർ പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ജീരകപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന തക്കാളി ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കും, തക്കാളി സോഫ്റ്റ് ആവുന്ന വരെ. ഒക്കെ വേവണ വരെ അത് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് വയ്ക്കുക മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും വെന്തിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ കുറച്ച് വേവും കൂടിയുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളിയൊക്കെ ഉടച്ചിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു 10-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടിയിട്ട് വയ്ക്കുക. 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ എല്ലാ കഷ്ണങ്ങളും കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാല അതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ ഈ ബംഗാളി ഡിഷിലെല്ലാം മധുരം ചേർക്കും. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ചേർക്കും. എന്നിട്ട് വീണ്ടും സോട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ
ക്യാബേജ് പൊട്ടാറ്റോ സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കസൂരി മേത്തി, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ഒന്ന് സോട്ട് ചെയ്യുക. ഇത് നമുക്ക് തീ ഓഫ് ആക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബേജ് പൊട്ടാറ്റോ സ്റ്റിർ ഫ്രൈ. ഇതെൻ്റെ മദർ ഇൻ ലോൻ്റെ റെസിപ്പിയാണ്. ഇത് ചപ്പാത്തീൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റുന്നതാണ്. ഇത് ബംഗാളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.